ഹലോ, എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ മൂകാംബികയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മൂകാംബിക രാവിലെ എത്തി. അവിടെ നിന്ന് ഫ്രഷൊക്കെ ആയി കുറച്ച് നേരം അവിടെയൊക്കെ ഉറങ്ങി എണീറ്റ് ഫ്രഷായി. ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. അമ്മയും റെഡി ആയിട്ടുണ്ട്. അമ്മ അവിടെ വിട്ടുപോയി നിൽക്കുകയാണ്. പിന്നെ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. അവിടെ മൂകാംബിക ക്ഷേത്രത്തിൽ നടപ്പന്തലത്തിലൂടെ ഇങ്ങനെ കയറി. ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ, കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് മുന്നോട്ട് പോയി, ഞങ്ങൾ ബാക്കിലായിപ്പോയി. പിന്നെ മോനെ അവിടെ നിന്ന് ഒന്ന് എഴുത്തിനൊക്കെ ഇരുത്തി. അമ്മ ഇങ്ങനെ വിചാരിച്ചിരുന്നു പോവുകയാണെങ്കിൽ മോനെ എഴുത്തിന് ഇരുത്താമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ എഴുത്തിന് ഇരുത്തി. പിന്നെ ഞങ്ങൾ ഗൂഢജാദ്രി കയറാൻ പോയി. ഈ ജീപ്പിലാണ് കയറിയത്. ഗൂഢജാദ്രി കയറാൻ പോയി. കുറച്ചിങ്ങനെ കഴിഞ്ഞ് കാറ്റടിച്ച് ഉറങ്ങുന്ന എൻ്റെ പുത്രൻ കാറ്റടിച്ചപ്പോൾ കിടന്നുറങ്ങി. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ചെറിയ കുത്തിക്കുലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോയി. ചെക്ക് പോസ്റ്റ് അവിടെ എത്തിയപ്പോൾ ഒരു 5 മിനിറ്റ് അവിടെ നിർത്തി. പിന്നെ കുറച്ചധികം പോകാനുണ്ട് കേട്ടോ, നന്നായിട്ട് പോകാനുണ്ട് ഗൂഢജാദ്രി എത്താൻ. അപ്പോൾ ജീപ്പിൽ തന്നെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ പോയി. ഗൂഢജാദ്രി കയറാൻ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ ഇറങ്ങി. അതങ്ങനെ ഇതും കൂടെയാണ് കയറി പോകുന്നത്. ഇപ്പുറത്തൊരു അമ്പലമുണ്ട്, ചെറിയൊരു അമ്പലമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കയറി അതിൻ്റെ അടുത്ത് കൂടെ തന്നെ കയറി ഇങ്ങനെ കുറേ അങ്ങോട്ട് കയറി പോകണം. നല്ല ചൂടുണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. ആ ചൂടത്ത് ഞങ്ങളിങ്ങനെ തലയിലൊക്കെ കണ്ടോ ടവലും ഇതൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ തണുപ്പുള്ള പോലെയുണ്ട്, വെയിലില്ല എന്നുണ്ട്. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു, ഭയങ്കര ചൂട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു കുറേ കയറാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ കയറിയായിരുന്നു. അപ്പോൾ കയറി ഇറങ്ങി വരുന്ന ആൾക്കാരാണ്. കുറേ ആൾക്കാർ ഞങ്ങളുടെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ മുന്നിൽ ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ട്. എൻ്റെ ബ്രദറൊക്കെ എന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് കയറിയതെന്ന് പറഞ്ഞു. ഞങ്ങളെ വെയിറ്റ് ചെയ്ത്. കാരണം നമുക്ക് ആ ജീപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ച് വരണം എന്നുണ്ട്. കാരണം കുറച്ച് സമയത്തിനുള്ളിൽ, അതായത് ഒരു 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം കഴിയണം, വരവും പോക്കൊക്കെ കഴിയണം. മുകളിലേക്ക് കയറാൻ 1/2 മണിക്കൂറും താഴത്തേക്ക് വരാൻ 1/2 മണിക്കൂറും ബാക്കി 2 മണിക്കൂർ യാത്ര. അങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് അവർ പറയും, ഒരു 3 മണി 3:30 ആകുമ്പോൾ നിങ്ങളിവിടെ എത്തണം കേട്ടോ, ഈ വണ്ടിയിൽ തന്നെ കയറണം കേട്ടോ എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അവിടെ എത്തണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം കയറുക. ആദ്യമൊക്കെ ക്ഷീണിച്ചു. പിന്നെ അവിടെ എത്താനുള്ള അവിടെ എന്താണ്, എങ്ങനെയാണ്, എന്താണ് അവിടുത്തെ സ്ഥിതി, എന്തൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ വേഗം കയറിക്കൊണ്ടേ ഞങ്ങളിരുന്നു. വഴി പേടിയാണ്. അപ്പുറത്ത് വീണ് കഴിഞ്ഞാൽ നമുക്ക് ആളുടെ പൊടി പോലും കിട്ടില്ല, അത്രയും ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. പിള്ളേരൊക്കെ കൊണ്ടുപോകുമ്പോൾ പ്രായമുള്ളവരൊക്കെ കയറി പോകുന്നുണ്ട്, ഇറങ്ങി വരുന്നുണ്ട്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കയറി പോകാനെന്ന്. ഏകദേശം ഞങ്ങൾ പകുതി എത്തി കേട്ടോ. ഇതാണ് അതിൻ്റെ മുകളിലെ സ്ഥിതി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ കയറി. നല്ല വെയിൽ, ചൂട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂട്. മുഖം കണ്ടില്ലേ, സൺടൈനൊക്കെ അടിച്ച് ആകെ ഇതായിട്ടിരിക്കുക. ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ച സ്ഥലം. കുറേ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ മുകളിലെത്തുമ്പോൾ നല്ല രസമുണ്ട്. അതിൻ്റെ മുകളിലെത്തുമ്പോൾ ഒരു തുള്ളി കാറ്റും പോലും ഇല്ല, അധികം കാറ്റും ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നിന്ന് ഞങ്ങൾ പൊതുവേക്ക് എല്ലാം ഇങ്ങനെ കുന്നിൻ്റെ മുകളിലൊക്കെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നില്ലേ, ഒരു കാറ്റുമ്പോൾ ഭയങ്കര നിശബ്ദത. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ നമ്മുടെ സൗണ്ട് ഇല്ലെങ്കിലും നിശബ്ദത പറഞ്ഞാൽ ഭയങ്കര നിശബ്ദതയാണ്. ഒരു അനക്കം ഒന്നുമില്ലാതെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ്. പക്ഷെ കുറച്ച് കോടൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു തണുപ്പ് നമുക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഹസ്ബൻഡൊക്കെ പറയുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പൊതുവേ കുറച്ച് ചൂടായതുകൊണ്ട്, ശരീരം ചൂടായതുകൊണ്ട് നമുക്ക് അത്രയും ഇത് അറിഞ്ഞില്ല എനിക്ക്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയി. പോകാൻ പറ്റുന്നവരൊക്കെ പോവുക, നല്ല രസമുണ്ട്. കുറച്ച് കയറാൻ ആരോഗ്യമുള്ളവരൊക്കെ കയറുക. ഇതാണ് സ്ഥലം. താങ്ക് യു ഫോർ വാച്ചിങ്.